സുരേഷ് കൊച്ചാട്ടിൽ സർ, ഭീകരവാദത്തിൻ്റെ അടിവേരറുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? നേരത്തെ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ഇതിന് തന്നെയല്ലേ അല്ലേ? നമ്മുടെ നാട്ടിൽ അശാന്തി വിതക്കുന്നവർ, ഇവിടെയുള്ളവർ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ, അല്ല, ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതാണ് അനിൽ, ആരിഫ് പറഞ്ഞത് വളരെ ശരിയാണ് ഇക്കാര്യത്തിൽ. ഞാൻ ഈ പറഞ്ഞ മാതിരി കേരളത്തിലല്ല ജീവിക്കുന്നത്, പുറത്താ ജീവിക്കുന്നത്, ഹൈദരാബാദിലാണ്. നമ്മളവിടെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിൽ കണ്ടു. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന് മേലെ ഒരു അറ്റാക്ക് നടന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഒരിക്കൽ ദേശീയ പതാക വലിച്ചു കീറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹമാസിന്റെ ലീഡേഴ്സിനെ ഒരു ആനപ്പുറത്ത് ഇവർ കയറ്റി പോസ്റ്റർ വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കാര്യം ചെയ്ത മാതിരി അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതേമാതിരി റാലി നടത്തി CAA എതിരെ ഓപ്പോസിറ്റ് ആയിട്ട്, അത് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ വഖഫ് ബില്ലിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു എലിമെന്റ് ആണ്, ഇതിന്റെ സപ്പോർട്ട് എലിമെന്റ് ആണ്. ഇവരൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് കണ്ടിരിക്കണം. ബിക്കോസ് ഇവരെയാണ് ശരിക്കും തുടച്ചു കളയേണ്ടത്. ഇവരൊക്കെ ഈ ദേശത്ത് നിന്ന് പിടിച്ചു പുറത്തേക്കാക്കണ കുഴപ്പമില്ല. ഇവരാണ് സ്ലീപ്പർ സെൽസ്. ഇവരാണ് നാളെ ഏത് അറ്റാക്കും ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ. നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ട ഒരു തീവ്രവാദ അറ്റാക്ക് അല്ല ഇങ്ങനെ കാണുന്നത്. നമുക്ക് കാണുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോരോ സംസ്ഥാനത്തിലുള്ള ടെറർ ഗ്രൂപ്പ്സ്, സ്ലീപ്പർ ടെറർ സെൽസ്, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ. നമുക്കറിയാം കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത്, ബേസ് ഉള്ളത്, ഹമാസിനും മറ്റവർക്കുള്ളത്. ഇവരെയാണ് ശരിക്കും നമ്മൾ US കാണുന്നില്ല. അതിലിപ്പോ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കണം ഓരോരുത്തരെ. അവിടുന്ന് കോളേജിൽ നിങ്ങൾ കൊടി പിടിച്ചാൽ മതി, പാലസ്റ്റൈൻ്റെ കഴിഞ്ഞു നിങ്ങളുടെ പണി, വിസ ഔട്ട്, നിങ്ങൾ പിടിച്ച് പുറത്തേക്ക്. അതാണ് വേണ്ടത്. എവിടെ ഇവർ ഓരോരുത്തരുടെ പേര് US എംബസിക്കും US കൺസുലേറ്റിനും കൊടുക്കണം. ഓരോരുത്തർ ആരൊക്കെയാണ് ഈ പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ആരൊക്കെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കയറിയിട്ട് ഈ പറഞ്ഞ മാതിരി ഹമാസിനും മറ്റുള്ളവർക്കും സിന്ദാബാദ് വിളിക്കുന്നത്. അതേമാതിരി ഈ പറഞ്ഞ മാതിരി വഖഫ് ബില്ലിന്റെ ശരിയാണ് ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇതേ സുപ്രീം കോടതിയുടെ അടുത്തേക്ക് ചോദിക്കാണ്ട്, നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് കണ്ട് പേടിച്ചിരിക്കുന്ന പാർട്ടികളാണ് അവിടുത്തെ ജഡ്ജിമാര്. ഇവർക്ക് ഇതാണ് പേടി. ഇവര് നമ്മൾ കണ്ടിരുന്നു അന്ന് കർഷക സമരം നടന്നപ്പോ ഒരു ഹൈവേ 6 മാസം തൊട്ട് 1 കൊല്ലം ബ്ലോക്ക് ചെയ്തിട്ട് ഈ സുപ്രീം കോടതി ഒരു വാക്ക് പറഞ്ഞില്ല. അനിലെ, എനിക്ക് അതായിരുന്നു ദേഷ്യം. അതേ സമയത്ത് വേറൊരുത്തൻ നമ്മൾ പോയിട്ട് റോഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നേരെ കേസാവും. ഇതാണ് വേണ്ടത്. ഇതാണ് നമുക്ക് വേണം. ഇതാണ് ഇവരെ പിടിച്ചിട്ട് വേണം ഇവരെ സ്പെസിഫിക് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട്. പക്ഷെ കഷ്ടാലത്ത് എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലീസ് കോംപ്രമൈസ്ഡ് ആണ്. ഇവരതാണ് ചിലപ്പോൾ NIA വരുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കാണ്ടാണ് ആൾക്കാരെ പൊക്കുന്നത് കേരളത്തിൽ നിന്ന്. കാലത്ത് 3 മണിക്ക് 4 മണിക്ക് വന്ന് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇൻഫർമേഷൻ ലീക്ക് ആവും പുറത്തേക്ക്. ഇതേ കണ്ടീഷൻ വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അതാണ് വെസ്റ്റ് ബംഗാളിലും ആരെ അറിയിക്കാണ്ട് ആൾക്കാരെ പൊക്കുന്നത്. നമുക്കത് PFI ആവട്ടെ, SDPI ആവട്ടെ, ഇവരാരായാലും ഇവരൊക്കെ പേര് മാറ്റി ചെയ്യണ പരിപാടികളാണ്. ഇവര് മതത്തിന്റെ പേര് പറഞ്ഞ്, ഹിജാബിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ്. എനിക്കിപ്പോ ചോദിക്കാനുള്ള സിദ്ധരാമയ്യ അടുത്ത്, നിങ്ങൾ ഇനിയും സിന്ദാബാദ് വിളിക്കോ ടിപ്പു സുൽത്താനെയും ബാക്കിയുള്ളവരെയും? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഏത് മുഖം വെച്ചിട്ട് നിങ്ങൾ പറയും ഇനി കുഴപ്പമില്ല, ടെറർ ഹാസ് നോ റിലീജിയൻ? എന്ത് ടെറർ ഹാസ് നോ? ടെറർ ഹാസ് എ റിലീജിയൻ, അത് സംശയമില്ല. കുറെ കാലം നമ്മളിതൊക്കെ കേട്ടിരിക്കുന്നു. ഈ സമയമായി പറയുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന് ചെയ്യേണ്ടവർ ചെയ്യും, നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഒരു പ്രഷർ ഗ്രൂപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ടവർ. ബിക്കോസ് ഇവര് ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് അന്ന് നമ്മൾ മുർഷിദാബാദിൽ കണ്ടതാണ്, വെസ്റ്റ് ബംഗാളിൽ വേണമെന്ന് വിചാരിച്ച് വണ്ടികളെ തീയിടുക, പോലീസുകാരെ അറ്റാക്ക് ചെയ്യുക, BSFനെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു പ്ലാനാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ മമതാ ബാനർജിയുടെ മാതിരി ആൾക്കാർ. പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ CAA ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഏത് വെസ്റ്റ് ബംഗാളിൽ സൈന്യം ഇറങ്ങിയതുകൊണ്ട് അതാണ് ആശ്വാസമുണ്ട്. അവരുടെ ഓപ്പറേഷൻ കണ്ടല്ലോ. അതാണ് എല്ലാ തീവ്രവാദികളെയും പൊക്കുന്നുണ്ട് സൈന്യം. ഇതിലൊരു കാര്യം ഉണ്ടാവില്ല, ഇപ്പൊ തമാശയായിട്ട് എടുക്കരുത്. പക്ഷെ പണ്ട് ഹൈദരാബാദിൽ എപ്പോഴും കർഫ്യൂ ഉണ്ടാവാറുണ്ട്. ഈ ഗണേശ ചതുർത്ഥി കഴിയില്ല. ഞാൻ NT രാമാറാവിന്റെ കാലത്താണ് പറയണത്. അന്ന് NT രാമാറാവിന്റെ അവസ്ഥ മനസ്സിലായി, ലോക്കൽ പോലീസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ NT രാമാറാവ് എന്ത് ചെയ്തു? CRPF വരെ വിളിച്ചു. അത് എവിടുന്ന വിളിച്ച? അസ്സാം എന്ന്. അവർക്കാണെങ്കിൽ ഒരു വാക്ക് ഇവിടെ പറയുന്ന ആൾക്കാരുടെ ഭാഷ മനസ്സിലാവില്ല. അടിയോട് അടിയായിരുന്നു ഈ കർഫ്യൂ വയലേറ്റ് ചെയ്യുന്നവരെ. അതിന് വലിയ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഇന്ന് വരെ 10, 25, 30, 35 കൊല്ലം കഴിഞ്ഞല്ലോ ഒരു കർഫ്യൂ ഹൈദരാബാദിൽ ഉണ്ടായിട്ടില്ല. ടഫായിട്ട് നിന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ ഫ്രൈഡേ കഴിഞ്ഞ ജുമ്മയുടെ കഴിഞ്ഞ കല്ലെറിയൽ പരിപാടി റെഗുലർ ആയിരുന്നു. RAF വരെ കാണാം, RAF വരെ ലാത്തി ചാർജ് ചെയ്യണം, ടിയർ ഗ്യാസ്. ഇപ്പൊ ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നിന്നു അതൊക്കെ. കശ്മീരിൽ നമ്മൾ കണ്ടിരുന്നു കല്ലെറി ഉണ്ടായിരുന്നു പണ്ട്.
എല്ലാ വെള്ളിയാഴ്ചയും കല്ലെറിയൽ പരിപാടി ഉണ്ടായിരുന്നു. ഡിമോണിറ്റൈസേഷൻ കയ്യിൽ അത് നിന്നു. അതാണ് മോദി ഇവരൊക്കെ കയറി അത്ര തെറി പറയണം. ബിക്കോസ് മോദി ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. അത് കാരണം ഇതൊക്കെ എല്ലാം തവിടുപടിയായിരുന്നു. എന്താ തവിടുപടിയായത്? കല്ലെറിയാൻ ആൾക്കാർക്ക് കാശ് കൊടുക്കാൻ കയ്യിൽ കാശില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്നത്, ഞാൻ പറയണത് കോയമ്പത്തൂർ ഈ കുക്കർ ബ്ലാസ്റ്റ് അന്ന് നടന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതേമാതിരി അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നടന്നു. പക്ഷെ ഇത് ചെറുതായിട്ട് എടുക്കരുത്. ഇവർ ആരാണെന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഡെമോൺസ്ട്രേഷനിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ AI ക്യാമറ ഉപയോഗിച്ച് ഇവരൊക്കെ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് അറ്റാക്ക്. ഇതാണ് ട്രംപ് US ചെയ്യുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റി ആയാലും ഹാർവേഡ് ആയാലും വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റ് നടന്നാലും അപ്പൊ ഇവരെ പിടിച്ച് ഇവര് പണ്ടത്തെ ക്യാമറയിലുള്ള ഇമേജസ് എടുത്ത് ഇവരെ ട്രേസ് ഔട്ട് ചെയ്ത് തിരിച്ചു പറഞ്ഞേക്കുകയാണ്. നമ്മൾ അതന്നെ ചെയ്യേണ്ടത്. ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഈ സപ്പോർട്ടേഴ്സ് ആണ് ഏറ്റവും ഡേഞ്ചർ. അനിൽ, ടെററിസ്റ്റ് കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് അവർക്കുള്ള ഒരു കേപ്പബിലിറ്റി. പക്ഷെ ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, ഈ CAയുടെ ഇതായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിന്ന ആൾക്കാരും ഇപ്പൊ വഖഫിന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഈ നാഷണൽ കോൺഫറൻസിന്റെ പ്രതിനിധികളെ ഈ MP ഒക്കെ നിയന്ത്രിക്കേണ്ട സമയവും അതിക്രമിച്ചില്ലേ സാർ? ഞാനതാ പറഞ്ഞ അനിൽ, ഈ ഡിബേറ്റ് നടന്നത് 9-ാം തീയതി രാത്രി. പ്രസ്താവനകൾ, പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ ഉണ്ടാകുന്നത്? ഇതൊക്കെയല്ലേ ഉദ്ദീപിപ്പിക്കുന്നത്, ഈ ഊർജം കൊടുക്കുകയല്ലേ? കറക്റ്റ്. ഇതാണ് ഈ 9-ാം തീയതി, ജാനുവരി 9-ാം തീയതി ശ്രീനഗറിലെ പ്രോഫ് എന്ന് പറഞ്ഞാൽ അവരുടെ MP കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അവിടെ വരുന്ന ടൂറിസം അല്ല, കൾച്ചറൽ ഇൻവേഷൻ ആണ്. അവിടെ ഹിന്ദുക്കൾ വന്ന് ബിയർ അടിക്കുന്നു, അവിടെ വന്ന് അവർ വൈൻ കഴിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഇതാണ് എൻ്റെ ഇതൊരു എന്താ പറയുക, ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. ഇതേ ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ളയും എപ്പോ കണ്ടാലും ലണ്ടനിൽ പോയിരിക്കും പണ്ട്. എന്താണ് അതിന്റെ കാരണം? അവർ വീടുണ്ട് അവിടെ. ഇവരുണ്ടാക്കിയ കാശിനൊരു കണക്കില്ല. എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആർട്ടിക്കിൾ 370 തിരിച്ചു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു അതിന് മാറ്റുന്നത്. ഇവരാണ് തീവ്രവാദികളെ എൻകറേജ് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. ഇവരെയാണ് ശരിക്കും പിടിക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി ആരിഫ് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കുറെ പാഠം പഠിക്കണം. ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഞാൻ പണ്ടോട്ട് തന്നെ അവിടുത്തെ കുറെ സ്റ്റാർട്ടപ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ ഡീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. അതാണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്ക് സുപ്രീം കോടതിയിലേക്ക് എത്തും. രാത്രി 12 മണിയായാലും സുപ്രീം കോടതി വാതിൽ തുറന്ന് അപ്പൊ തന്നെ ജാമ്യം കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു തീവ്രവാദിയെ തൂക്കിക്കൊല്ലാൻ മുമ്പ് രാത്രി 12 മണിക്ക് തുറന്ന കോടതിയാണിത്. തീസ സെറ്റിൽ വാർഡിന് വേണ്ടി ഈ CJ ചന്ദ്രചൂഡ് ഒരു ഭരതനാട്യം കോൺസെർട്ടിലേക്ക് ആൾ വന്ന് 2 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോളിഡേ ദിവസം. ഇതൊരു നോർമൽ സിറ്റിസന് കിട്ടും അനിലെ. ഇവിടെ തീവ്രവാദികൾക്കാണ് കൂടുതൽ ഇത് പറഞ്ഞ സപ്പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിദ്ദീഖ് കാപ്പന്റെ കേസാവട്ടെ ബാക്കിയാവട്ടെ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്ത ഓരോ റോള് നമുക്ക് നന്നായിട്ട് അറിയാം. ഇവർ ഓരോരുത്തരെയായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇനി വേണം അനില ഇവർക്കൊരു പാഠം പഠിപ്പിക്കാൻ ഇവരൊക്കെ.